വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിലെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ ഗുരുതര അനാസ്ഥ. തുടർ ചികിത്സാ ഡേറ്റകൾ സൂക്ഷിക്കാതെ വന്നതോടെ രോഗികൾക്ക് സൗജന്യ ചികിത്സ മുടങ്ങുകയാണ്. കാരുണ്യ ആരോഗ്യ ചികിത്സാ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് അധികൃതരുടെ അനാസ്ഥയുടെ ദുരിതം നേരിടുന്നത്. ഗുരുതര സ്വഭാവമുള്ള രോഗികളുടെ ഡേറ്റകൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി സൂക്ഷിക്കുന്നില്ല എന്ന വിവരാവകാശ രേഖ ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബിഗ് ബ്രേക്കിംഗ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്തെ, ഈ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിലെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഗുരുതര അനാസ്ഥയ്ക്ക് പിന്നിലെ യഥാർത്ഥ അധികൃതർ ആരൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഈ തുടർ ചികിത്സാ ഡേറ്റകൾ സൂക്ഷിക്കാതെ ഇത്തരമൊരു കെടുകാര്യസ്ഥതയ്ക്ക് അവിടെ കുടപിടിക്കേണ്ടി വരുന്നത്? അശ്വതി, സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് ചികിത്സ ലഭിക്കുന്ന പദ്ധതിയാണ്, അവർക്ക് ആശ്വാസമേകുന്ന പദ്ധതിയാണ് കാരുണ്യ ചികിത്സാ പദ്ധതി എന്ന് പറയുന്നത്. ആ പദ്ധതിയിലാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ചില വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി എന്ന സ്ഥാപനമാണ് ഈ കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ക്ലെയിം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നതും അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതെല്ലാം അവിടെ തന്നെയാണ്, ഈ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിലാണ്. അവിടെയാണ് ഈ ഡേറ്റകൾ സൂക്ഷിക്കാത്തത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ഈ ക്യാൻസർ, അതോടൊപ്പം തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള വൃക്ക സംബന്ധമായിട്ടൊക്കെയുള്ള അസുഖങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ളവർക്ക് തുടർ ചികിത്സകൾ വേണ്ട ഒരു ആവശ്യം ഉള്ള ഒരു സാഹചര്യമാണുള്ളത്. അവരുടെയും രേഖകൾ കൃത്യമായി ഈ ഏജൻസിയിൽ, അത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ സൂക്ഷിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ വിവരാവകാശ രേഖയിൽ പറയുന്നത്. കൊച്ചിയിലുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഈ വിവരാവകാശം ചോദിച്ചിരിക്കുന്നത്. അതിലാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ഇവർക്ക് എത്ര തുക അനുവദിച്ചെന്നോ എത്ര തുക ചെലവഴിച്ചെന്നോ അടക്കമുള്ള ആ വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിവരങ്ങളും സൂക്ഷിക്കുന്നില്ല എന്നാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത്. ഇതിൻ്റെ ദോഷം എന്താണെന്നാൽ ഇത്തരത്തിൽ ഡേറ്റകൾ സൂക്ഷിക്കാതെ വരുന്നതോടുകൂടി തന്നെ ഈ രോഗികൾക്ക് അവരുടെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ സ്വകാര്യ ആശുപത്രികളിലും ഇത്തരത്തിൽ രോഗികൾക്ക് ചികിത്സ നൽകും. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്കറിയാം, ഈ അതിൻ്റെ ക്ലെയിം പണം പിന്നീട് സ്വീകരിക്കുക മാത്രമാണ് വേണ്ടത്. സൗജന്യമായി ചികിത്സ നൽകിയും അതിൻ്റെ ചികിത്സയ്ക്കുള്ള പണം ഈ ഏജൻസി സ്വകാര്യ ആശുപത്രിക്ക് നൽകുകയും ചെയ്യും. എന്നാൽ ഇവിടെ തുടർന്ന് ഇത്തരത്തിൽ ഒരു വലിയ കുടിശ്ശിക ഇപ്പോൾ ഈ സർക്കാർ ആശുപത്രികൾക്ക്, അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രികൾക്ക് വലിയ കുടിശ്ശിക നൽകാൻ ബാക്കി കിടക്കുന്നതോടുകൂടി തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചികിത്സയ്ക്ക് എത്തുമ്പോൾ ഈ കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയ്ക്ക് അവർക്ക് ലഭിക്കുന്നില്ല. മിക്ക ആശുപത്രികളിലും ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഈ വിവരാവകാശ രേഖ വഴി പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ഡേറ്റകൾ സൂക്ഷിക്കാത്തത് മൂലം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗുണം ലഭിക്കുന്നില്ല എന്ന കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതിൽ 42 ലക്ഷത്തിലധികം കുടുംബങ്ങളാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. 77 ലക്ഷം അംഗങ്ങളുമുണ്ട്. അതായത് 42 ലക്ഷം കുടുംബങ്ങൾ, അതിൽ 77 ലക്ഷം അംഗങ്ങൾ ആണ് ഈ കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് കേവലം 352 കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സഹായം ലഭിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഇത്തരത്തിൽ 42 ലക്ഷം കുടുംബങ്ങൾ ഉള്ളിടത്ത് കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഗുണഭോക്താക്കളായിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ചികിത്സാ സഹായം ലഭിച്ചിട്ടുള്ളത് കേവലം 352 കുടുംബങ്ങൾക്ക് മാത്രമാണ് എന്നും ഈ വിവരാവകാശ രേഖ പറയുകയും ചെയ്തു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ, ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളെല്ലാം ഈ SHAയുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ഏജൻസിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട് എന്നടക്കമുള്ളതാണ് ഈ വിവരാവകാശ രേഖ സൂചിപ്പിക്കുന്നത്. വിവരാവകാശ രേഖയിൽ പറയുന്നത് ഈ കാരുണ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത്, അത് പദ്ധതി എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ആശ്വാസം പകരുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ്. സംസ്ഥാന സർക്കാർ വളരെയധികം കൊട്ടിച്ച് നടത്തുന്ന പദ്ധതിയാണ് അവരുടെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഈ കാരുണ്യ സഹായം എന്ന് പറയുന്നത്. എന്നാൽ അത്തരം സഹായ പദ്ധതിയിലാണ് ഈ അധികൃതരുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെയൊക്കെ അനാസ്ഥ മൂലം അവർക്ക് ചികിത്സ അടക്കം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നത് ദൗർഭാഗ്യകരമാണ്. എന്തായാലും അടിയന്തരമായിട്ടുള്ള ഇടപെടൽ വേണമെന്നാണ് ഇതിൽ പൊതുജനങ്ങളും ഇതിൽ അഭിപ്രായപ്പെടുന്നത്. ഇത്തരത്തിൽ ചികിത്സ നിഷേധിക്കുന്നത്, അതായത് നമുക്കറിയാം ക്യാൻസർ ആയാൽ പോലും, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കിഡ്നി സംബന്ധമായിട്ടുള്ള വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായാൽ പോലും
ഈ അസുഖങ്ങളെല്ലാം തുടർ ചികിത്സ വേണം, ഇതുമായി ബന്ധപ്പെട്ടുള്ള കീമോകൾ വേണം, അതോടൊപ്പം തന്നെ മറ്റു ചികിത്സകളെല്ലാം വേണം. അങ്ങനെ നിരവധി ആവശ്യങ്ങളുള്ള ഒരു രോഗങ്ങളാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അടിയന്തര സഹായം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഭീമമായ തുക ചിലവാക്കിക്കൊണ്ട് മറ്റു സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ചികിത്സാ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു ആശ്വാസമായി മാറുന്നത്. അങ്ങനെ ആശ്വാസമാകുന്ന പദ്ധതിയിലാണ് ഇത്തരത്തിലുള്ള ഈ ഡേറ്റകൾ സൂക്ഷിക്കാതെ വരുന്നതും അല്ലെങ്കിൽ ഡേറ്റകൾ എത്ര പേർക്ക് ഈ ചികിത്സ നൽകി എത്ര പേർക്ക് നൽകാനുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുക ചിലവഴിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. അതിൻ്റെ ഫലം ഈ രോഗികൾ തന്നെ അനുഭവിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇതിനോട് വ്യക്തമാകുന്നത്. എന്തായാലും വിവരാവകാശ രേഖയിലാണ് ഇത്തരത്തിൽ ഇക്കാര്യങ്ങളെല്ലാം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പറയുന്നത്. അത് കൊച്ചിയിലുള്ളൊരു വിവരാവകാശ പ്രവർത്തകൻ, ആ വിവരാവകാശ പ്രവർത്തകൻ്റെ ലഭിച്ച മറുപടിയാണ് ഇത്തരത്തിൽ ഈ വിഷയങ്ങളെല്ലാം പുറത്തേക്ക് വന്നത്. പ്രശാന്ത്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും തുടർ ചികിത്സാ ഡേറ്റകൾ സൂക്ഷിക്കാതെ സംസ്ഥാനത്തെ ഒരുപാട് രോഗികളെ വഴിയാധാരമാക്കുകയാണ് ഈ അധികൃതർ. സൗജന്യ ചികിത്സയാണ് മുടക്കുന്നത്. കാരുണ്യ ആരോഗ്യ ചികിത്സാ പദ്ധതിയുടെ ഗുണഭോക്താക്കളെയാണ് ഇത്തരത്തിൽ തെരുവിലിറക്കിക്കൊണ്ട് അധികൃതരുടെ അനാസ്ഥ തുടരുന്നത്. വലിയ ദുരിതത്തിലാണ് ഈ രോഗികളെല്ലാം തന്നെ. ഗുരുതര സ്വഭാവമുള്ള രോഗികളുടെ ഡേറ്റകൾ അത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി സൂക്ഷിക്കുന്നില്ല എന്നുള്ള വിവരാവകാശ രേഖയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ജനം ബിഗ് ബ്രേക്കിംഗ് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു തലസ്ഥാനത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത്.